guys, welcome back to Foodies Vlogs. Foodies Vlogs in മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം സുസ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കടലമുട്ട. നമ്മളൊരു 300 ഗ്രാം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, 250 ഗ്രാം നെൽക്കടല എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം. ഇത്ര മാത്രമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. ആദ്യം തന്നെ നമുക്ക് കടല വറക്കാനായിട്ട് ഒരു പാൻ എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കടല നല്ലോണം വറുത്തെടുക്കണം. കുറച്ചൊക്കെ കരിഞ്ഞു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുപോലെ നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് കടല ഈ പാൻ എടുക്കാം. 250 ഗ്രാം കടലയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ കടല നല്ലോണം വറുത്തെടുത്തോണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് നേരം ഇളക്കി അതൊന്ന് മൂത്ത് വന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കടല നല്ലോണം ഇങ്ങനെ വറുത്ത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്ക് വറുത്തെടുക്കാം. അപ്പം ഇങ്ങനെ നിർത്താതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കരിഞ്ഞ ഓണിന് നമുക്ക് എടുക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നോണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, നമ്മുടെ കടലൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊളന്ന് വരുന്നുണ്ട്. അത് നമ്മൾ നോക്കണം. അത് മൂത്തതിൻ്റെ ലക്ഷണമാണ്. അത് മൂത്ത് വന്നുകൊണ്ടാണ് അത് പൊളന്ന് വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ കടല നല്ലോണം ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതെന്നാലും ഒന്ന് എടുത്തേക്കാം. അപ്പോൾ അതേ നമ്മുടെ കടല നല്ല രീതിയിലായിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു മുറത്തിലേക്ക് മാറ്റാം. മുറത്തിൽ മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുക്കുക എളുപ്പം. നമ്മളൊരു മുറത്തിലേക്ക് മാറ്റി കണ്ടോ. ഇനി നമുക്ക് ആ പാൻ അതിലേക്ക് തന്നെ വെച്ചിട്ട് അതിൽ തന്നെ നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുന്നൂറ് ഗ്രാം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ശർക്കര അലിഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ശർക്കര പാനി ഇവിടെ ആയി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ തൊണ്ട് നല്ലോണം കളഞ്ഞെടുക്കാം. നല്ല ചൂടോടെയാണ് നമ്മൾ ആ തൊണ്ടെടുക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ ആ തൊണ്ടും ആ കപ്പലണ്ടിയുടെ വേറെ ആയി വന്നിട്ടുണ്ടോ കണ്ടോ. കണ്ടോ, തൊണ്ടും കപ്പലണ്ടിയുടെ നമുക്ക് വേറെ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കട്ടിയായിട്ട് ശർക്കരപ്പാനി എടുത്തത്, എന്നാലും അത് കപ്പലണ്ടിയിലേക്ക് പിടിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കട്ടിയാക്കി എടുത്തത്. പാനി നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് കപ്പലണ്ടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇത് കപ്പലണ്ടി എടുത്തു, കപ്പലണ്ടി ഇട്ട് കൊടുക്കും. നമുക്ക് കപ്പലണ്ടി നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കട്ടിംഗ് ബോർഡിലോട്ട് മാറ്റിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്കിത് വെച്ചൊന്ന് പരത്തി കൊടുക്കാം. നമുക്ക് സൈഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ കട്ടിംഗ് ബോർഡ് നല്ലോണം എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവിടെ പിടിച്ചു കൊണ്ട്. അപ്പോൾ നമ്മുടെ കടല മിഠായി നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നമ്മൾ അതുപോലെ എല്ലാം കറക്റ്റായിട്ട് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് കടകളിലൊക്കെ കിട്ടുന്നേക്കാളും നല്ല ടേസ്റ്റായിട്ട് കടലമിഠായി കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇത് തിന്നെന്ന് വെച്ച് പിള്ളേർക്കൊക്കെ ഒരു കുഴപ്പമില്ല, പിള്ളേർക്കെല്ലാം വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. അപ്പം ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ പോകണം. പൊളി ഫീലാണ്. ആ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും കുറച്ചുകൂടെ മധുരം കൂടുതലുണ്ട്, കിട്ടുവാണ്. അപ്പം ഇങ്ങനത്തെ റെസിപ്പീസുമായി ഇനിയും നമ്മളുണ്ടാവും നിങ്ങളുടെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറന്നു പോകരുത്. അപ്പം നമ്മൾ ഇനിയും ഇതുപോലത്തെ ഇതുമായിട്ട് ഇനിയും കാണും. അതുവരെ ബൈ.